ഇതൊരു പ്രതീക്ഷിച്ചിരുന്ന ട്വിസ്റ്റാണ്. തന്ത്രി ഈ കേസിൽ വന്നേക്കും എന്ന സൂചന തുടക്കം മുതലേ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം മഹാസറിൽ ഒപ്പിട്ടിട്ടുണ്ട്. തന്ത്രി അറിയാതെ ശ്രീകോവിലിലെ വിശിഷ്ട വസ്തുക്കൾ പുറത്തു കൊണ്ടുപോവുക എന്നുള്ളത് അസാധ്യവുമാണ്. എത്രമാത്രമുണ്ട് അദ്ദേഹത്തിന്റെ പങ്കാളിത്തം എന്നുള്ള കാര്യത്തിലെ തർക്കമുണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ അറസ്റ്റോടുകൂടി അതിലും വ്യക്തത വരികയാണോ? തീർച്ചയായിട്ടും അഭിലാഷേ, എനിക്ക് രാഹുൽ ഈശ്വറിൻ്റെ വാദം കേട്ടിട്ട് എനിക്ക് ആകപ്പാടെ ഒരു കൺഫ്യൂഷനായി തീരുകയാണ്. അദ്ദേഹം എന്തായി പറയുന്നത്? തന്ത്രിയുടെ അനുജ്ഞയല്ല. തന്ത്രിയുടെ അനുജ്ഞയാൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, അയ്യപ്പസ്വാമിയുടെ അനുജ്ഞയാണ് വേണ്ടത്, അത് വാങ്ങിക്കുക, അതിൻ്റെ ചുമതലക്കാരൻ തന്ത്രിയാണല്ലോ അവിടെ ഇടനില നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വൃശ്ചിക 1-ാം തീയതിത്തെ സംഭവം അഭിലാഷ് ഓർക്കുന്നില്ലേ? കഴിഞ്ഞ വൃശ്ചിക 1-ാം തീയതി SIT ആവശ്യപ്പെട്ടിരുന്നത് ശബരിമല സന്നിധാനത്ത് ഇപ്പം നിൽക്കുന്ന വസ്തുക്കൾ ഇത് തന്നെയാണോ, വിജയമല്യ കൊടുത്ത സ്വർണം തന്നെയാണോ എന്നുള്ളൊരു പരിശോധന ഞങ്ങൾക്ക് നടത്തണം. അതിനു വേണ്ടിയിട്ട് ഇപ്പോഴത്തെ തന്ത്രി, ഇപ്പോൾ ശബരിമലയിലുള്ള തന്ത്രിയായിട്ടുള്ള ശ്രീ മഹേഷ് മോഹനരോട് അനുവാദം ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തോടെ പറഞ്ഞത് നട തുറന്നു കഴിഞ്ഞാൽ തിരക്ക് വരും, അവർക്ക് തലേ ദിവസം ഞങ്ങളവിടെ പോയി സാമ്പിൾ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ മഹേഷ് മോഹൻ എന്താണ് പറഞ്ഞത്? അത് സാധ്യമല്ല. വൃശ്ചിക 1-ന് നട തുറന്ന ശേഷം ഭഗവാന്റെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം വാങ്ങിയ ശേഷം ഞാൻ അതിനുള്ള അനുമതി തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ മഹേഷ് മോഹൻ അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഉച്ചപൂജയ്ക്ക് ശേഷമാണല്ലോ അവിടെ നിന്ന് സാമ്പിൾ എടുക്കുന്നത്. അപ്പോൾ ഈ മഹേഷ് മോഹൻ്റെ ശബരിമല ശ്രീകോവിലിനകത്ത് കിടന്ന് അയ്യപ്പസ്വാമിയുമായിട്ട് സംബന്ധിച്ചത് അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത് എന്നിട്ട് ഇറങ്ങി വന്ന ശേഷം ഇതൊക്കെയാണ് അയ്യപ്പൻ പറഞ്ഞതെന്ന് SITക്ക് പേപ്പറിൽ എഴുതി കൊടുക്കുകയാണോ ചെയ്തത്? എന്താണ് വാദഗതികളെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. അങ്ങനെയല്ലേ നമ്മളെല്ലാ വഴിപാടുകളും ചെയ്യുന്നത്. നമ്മളൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ശബരിമല സന്നിധാനത്ത് പ്രത്യേകിച്ച് ശ്രീകോവിലിൽ നമ്മളെ ഒരു വീടിൻ്റെ സങ്കല്പമൊന്നും അല്ലത് അല്ലേ. നമ്മുടെ ചെന്ന കട്ടളപ്പാളിയും അല്ലെങ്കിൽ കട്ടളയും കഴുക്കോലും ഒക്കെ ഊഴിക്കൊണ്ട് പോകാനൊന്നും പറ്റുന്ന കാര്യങ്ങളല്ലത്. അത് വലിയ വിശ്വാസമൂല്യമുള്ള വസ്തുക്കളാണ് അവിടെ ഇരിക്കുന്നത്. ശബരിമല തന്ത്രി അറിയാതെ ഇതിൽ ഒരു മൊട്ടുസൂചി പോലും സന്നിധാനത്ത് നിന്ന് എടുക്കാനൊക്കത്തില്ല. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് അവരുടെ അധികാരം എന്ന് പറയുന്നത്. അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായ ശേഷം ഇവരിളക്കിക്കൊണ്ട് പോകാൻ പോകുന്നു. ദേവസ്വം ബോർഡിൻ്റെ അതിൻ്റെ ഭരണ ചുമതലയുള്ള ആളുകളെല്ലാം തന്നെ ഇത് ഇളക്കിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വാക്ക് പറയാമായിരുന്നല്ലോ. അവിടെ ആരെല്ലാം ഉണ്ടായിരുന്നു? ബന്ധപ്പെട്ട അവിടെ പുറപ്പെടാശാന്തി ഉണ്ടായിരുന്നു. അത് വീട്ടിലാണെന്ന് പറയാൻ എക്സ്ക്യൂസ് അവിടെ നിൽക്കത്തില്ല. കാരണം അവിടെ പുറപ്പെടാശാന്തിയുണ്ട്, ദേവസ്വത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അത് പിന്നെ കമ്മീഷണറിന് ഫോണിൽ വിളിച്ച് പറയാമായിരുന്നല്ലോ. അപ്പോൾ ഇതൊന്നുമല്ല വിഷയം. പിന്നെ ഇതിനകത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അറിയാമോ? ഇന്ന് ഉത്തര നക്ഷത്രമാണ്, അയ്യപ്പസ്വാമിയുടെ നക്ഷത്രമാണത് ഉത്തരമെന്ന് പറയുന്നത്. ശബരിമലയിൽ 5 ദിവസത്തിന് ശേഷം മകരവിളക്ക് വരികയാണ്. ഈശ്വരാധീനത്തിന് ഈ തന്ത്രിയല്ല അവിടെ അടുത്ത ടേണിലാണ് ഇദ്ദേഹം വരേണ്ടത്.